ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. So there are several enterprises and ventures for PLM. There are 300 ventures we have today. So I would say that it's a great achievement that PLM have achieved so far, and also we are forwarding and hoping that it would get bigger and bigger and will grow each and every day like this. ആരംഭിച്ച 4 ബ്രാഞ്ചുകളിൽ ഒന്നാണ് നമ്മുടെ മാഹി ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചിനെ നമ്മൾ മദർ ബ്രാഞ്ച് എന്നാണ് പറയാറുള്ളത്. കാരണം ആദ്യകാലത്തുള്ള ഒരുപാട് പേരെ കോഡെടുത്തത് മാഹിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാഹി ബ്രാഞ്ചിനെ മദർ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ കുറച്ച് പിക്നിക് ആവശ്യം മാത്രമാണ് നടന്നിരുന്നത്. എന്നാൽ 2016 കരിയർ സിസ്റ്റം വന്നതോടുകൂടിയാണ് നമ്മുടെ മാഹി ബ്രാഞ്ചിൻ്റെ വളർച്ച ആരംഭിച്ചത്. 19ാം വാർഷികവും അച്ചീവേഴ്സ് മീറ്റുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് PLM സൊസൈറ്റി 125 ബ്രാഞ്ചിലെത്തി നിൽക്കുകയാണ്. അതിൽ എന്തുകൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന ഒരു ബ്രാഞ്ചാണ് മാഹി ബ്രാഞ്ച്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു ബ്രാഞ്ചാണ്. പോണ്ടിച്ചേരി സ്റ്റേറ്റിലെ ആകെയുള്ളൊരു ബ്രാഞ്ചാണ് മാഹി ബ്രാഞ്ച്. സ്വന്തം ബിൽഡിംഗ് ഉള്ള ഒരു ബ്രാഞ്ച്. ആ ബിൽഡിങ്ങിൽ തന്നെ PLM ബ്രാഞ്ച് പ്രവർത്തിക്കും. ഒരു പട്ടണ പ്രദേശം അല്ലാതെ നിന്നിട്ട് കൂടി പ്രവർത്തന മികവ് കൊണ്ട് 2 കോടിയിൽ പരം രൂപയുടെ ബിസിനസ് സമാഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ച്. അങ്ങനെ we are inaugurating this function with divinity. ദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. Our sonal head Vijayan sir is lighting the lamp now. So next our Shamsdeep sir, trainer of our PLM society, is lighting the lamp. അടുത്തതായി ദീപം തെളിയിക്കുന്നത് അനുരാമാണ്.
ജില്ലയിലുള്ള ആദ്യത്തെ ഒരു ബ്രാഞ്ച് മാഹിയാണെങ്കിലും നമ്മളത് ജില്ല പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ നമ്മുടെ നാട്ടുകാരായിട്ടാണ് പറയാറുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഒരു ബ്രാഞ്ച് പോലും ഇല്ലാത്ത ആ ഒരു സമയത്ത് പോലും ഇവിടെ മാഹി ബ്രാഞ്ചിൽ, പള്ളൂരിലുള്ള ബ്രാഞ്ചിൽ, അവിടെ നിന്നാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ 10ഓളം ബ്രാഞ്ചുകൾ, അതുപോലെ തന്നെ കാസർഗോഡിൽ 3 ബ്രാഞ്ചുകൾ, ഇതെല്ലാം ആരംഭിച്ചിരിക്കുന്നത് വിജയമാഷ് പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ ഇവിടുത്തെ തറവാട് എന്ന് പറയുന്നത് ഈ പള്ളൂർ ബ്രാഞ്ചാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ബ്രാഞ്ചുകളുടെയും പ്രവർത്തനം വളരെ മികവുറ്റതാക്കി മാറ്റിക്കൊണ്ട് ഓരോ ബ്രാഞ്ചുകളിലും കോർഡിനേറ്റർമാരും ഒരുപാട് സാരഥികളും അണിനിരന്നുകൊണ്ട് ഇന്ന് BLM സൊസൈറ്റി 125 ബ്രാഞ്ചുകളിലേക്ക് എത്തി നിൽക്കുക. രാജ്യത്ത് കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന കാലമാണെന്ന് നമുക്കറിയാം. കോർപ്പറേറ്റുകളുടെ ഭരണമാണ്, പ്രൈവറ്റ് മേഖലയിൽ ശക്തി പ്രാപിക്കുന്ന കാലമാണ്. ഈ സമയത്ത് ഒരാൾ എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഒരാൾക്ക് വേണ്ടിയും ചേർന്ന് പ്രവർത്തിക്കുകയെന്ന ഈ ആശയം ശരിയായ രീതിയിൽ എല്ലാവരുടെ കൈകളിലും എത്തിക്കാൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഭാരത് ലജ്ന പ്രതിജ്ഞാബദ്ധനാണ്, യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം ഒരുപാട് കുടുംബങ്ങളിൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ, സമ്പാദ്യശീലം വളർത്താൻ അറിയാത്തവർക്ക് സമ്പാദ്യശീലം വളർത്തുന്ന രൂപത്തിലേക്ക് ഭാരത് ലജ്ന മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ആനുവൽ ജനറൽ മീറ്റിംഗിൽ നമുക്ക് 12,500-ലധികം മെമ്പർമാർ പങ്കെടുത്ത ഒരു മീറ്റായിരുന്നു അത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇത്രയും അധികം ആളുകൾ പങ്കെടുക്കുന്ന മീറ്റ്. തളിപ്പൂർ ബ്രാഞ്ച് വരുന്നതിന് 1 മാസം മുമ്പേ എൻ്റെ ഗുരുവായൂരിലെ വേലായ സാർ, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന വേലായ സാർ അവിടെ ഇൻ്റർവ്യൂ നടത്തുകയും നമ്മൾ അവിടെ ആൾക്കാരെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളെപ്പോലെ തന്നെ 2-3 മാസക്കാലം എടുത്തു BLM എന്ന പ്രസ്ഥാനത്തിൽ വരണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് അവസാനമാണ് വേലായ സാർ പറയുന്നത്, ഇങ്ങനെ 12 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട് പള്ളൂർ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ, അപ്പോൾ അത് പോയി ഒന്ന് കാണാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വരികയാണ്. വന്ന് ആ
ആ ബ്രാഞ്ചിൽ വെച്ചാണ് വിജയൻ സാറിനെയും ദിനേശൻ സാറിനെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത്. അവരൊക്കെയാണ് എന്നെ ഇതിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ വന്ന് അവിടുന്ന് തുടങ്ങിയ വളരെ സംശയത്തോടു കൂടി. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് ഇതിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ, ഈ സ്ഥാപനം ഇങ്ങനെ പോകുന്നുണ്ടോ ഒക്കെയാണ്. ഒരു 10 വർഷം മുമ്പിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിൽ ഈ ഒരു വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ സൊസൈറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നുള്ളൊരു എന്താ പറയുക വല്ലാത്തൊരു ചാരിതാർത്ഥ്യം. അതിനോടൊപ്പം തന്നെ ഈ ഒരു സൊസൈറ്റി 10 വർഷം മുമ്പിട്ട് അന്നത്തെ ആ ഒരു ദിവസങ്ങളും ആ ഒരു അനുഭവങ്ങളൊന്നും നമുക്ക് 10 ദിവസം ഇരുന്നാലും പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട്. അപ്പം എന്നെ ഈ ഒരു സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ സീനിയറായ ഇന്ദിര മേഡം, അതേപോലെ ഇന്ന് സീനിയർ കോർഡിനേറ്ററായിട്ട് എനിക്കിവിടെ നിൽക്കാൻ അവസരം തന്ന നമ്മുടെ സ്റ്റേറ്റ് അഡ്വൈസർ സർ ഷംസുദ്ദീൻ സർ, ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എനിക്കും അഹങ്കാരത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു അവസരം എൻ്റെയും മദർ ബ്രാഞ്ച് എന്നത് നേരത്തെ നമ്മുടെ സുരേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ മാഹി ബ്രാഞ്ച് തന്നെയാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു 8 വർഷക്കാലം BLM സൊസൈറ്റിയിലെ ഓരോ ചുവടും പടിപടിയായി ഉയർന്നുകൊണ്ട് ഇന്ന് ഈ ഒരു സീനിയർ കോർഡിനേറ്റർ എന്നൊരു പദവി അലങ്കരിച്ചുകൊണ്ട് നിൽക്കാനും എല്ലാവിധ അച്ചീവ്മെൻറ്റും നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ ദൈവതുല്യനായ ചെയർമാൻ ശ്രീ ആർ പ്രേംകുമാർ സർ തന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പവർ കൊണ്ട് മാത്രമാണ്. ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് എനിക്ക് എല്ലാം നേടാൻ സാധിച്ചു. അതുപോലെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും ഇതേപോലെ ഓരോ അവസരങ്ങൾ നിങ്ങൾക്കും കിട്ടും. ഇന്ന് 19ാമത്തെ വാർഷിക ഇടയിൽ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. 2017 2018 അദ്ദേഹം IAS റാങ്ക് കരസ്ഥമാക്കി. ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? നമ്മൾ ഓരോരുത്തരും BLM-ന്റെ മക്കളാണ്. BLM ഹൃദയത്തിൽ ഏറ്റാൽ നിങ്ങൾക്ക് ഇതിൽ സുനിശ്ചിതമായി നമ്മളെ ഹരിപ്രസാദിനെ പോലെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മക്കളെ എഞ്ചിനീയറും ഡോക്ടറാക്കാൻ പാടുപെടുമ്പോൾ അവർ നാളെ ആത്മഹത്യയിലേക്കാണ് പോകുന്നത്. കൂത്തറമുഞ്ഞിൻ്റെ മദറായിരിക്കാം മാഹി ബ്രാഞ്ച്. അപ്പോൾ എൻ്റെ അമ്മമ്മയാണ്, അമ്മമ്മ ബ്രാഞ്ചാണ് ഈ ഒരു ബ്രാഞ്ച്. അപ്പോൾ ഈ ഒരു മദർ ബ്രാഞ്ചിലേക്ക് പല ആൾക്കാർ എത്തിയിട്ടുണ്ട്, പല ബ്രാഞ്ചും നാട്ടിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വളരെ ബഹുമാനപൂർവ്വം ഈ ഒരു ബ്രാഞ്ച് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 19 വർഷമായിട്ടുള്ള ഈ ഒരു ബ്രാഞ്ച് 2 കോടി 3 കോടി ബിസിനസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബിസിനസ് പോലെ നമ്മുടെ വിശേഷിച്ച് പറഞ്ഞു 5 കോടി ബിസിനസ്സാണ് നമ്മൾ ലക്ഷ്യമെന്ന്. 5 അല്ല വേണ്ടത്. കാരണം നമുക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് BLM പ്രസ്ഥാനം. ഒട്ടനവധി പേർക്ക് സമ്പാദ്യശീലം ഉണ്ടാക്കി കൊടുക്കുവാനും നിരവധി പേർക്ക് ജോലി കൊടുക്കുവാനും നമ്മളെപ്പോലുള്ള ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കാനും ഉതകുന്ന ഒരു പ്രസ്ഥാനമാണ്
നമ്മുടെ BLM പ്രസ്ഥാനം. ഈ ഒരു പ്രസ്ഥാനം നമുക്ക് നൽകിയ ചെയർമാൻ സാറിന് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. LAമാരും SLAമാരും അങ്ങനെ വേണ്ട മുഴുവൻ ആളുകളെയും ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് സ്കൂളിൽ 2ാം വർഷം ആയിരിക്കുകയാണ്. അത് ഈ പ്രസ്ഥാനത്തിൻ്റെ മികവ് തന്നെയാണ്. ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ ആദ്യം ജോലി ചെയ്തത് ഒരു ഫാൻസി കടയിലാണ്. അപ്പോൾ ആ കടയിൽ നിന്ന് ഞാൻ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മാഹി ബ്രാഞ്ചിൽ ജോയിൻ ചെയ്ത് എന്നെ ഇതിലേക്ക് എത്തിച്ചു തന്നത് നമ്മളെ ഭാരതി മേഡമാണ്. ഭാരതി മേഡത്തിനെ ഞാൻ എല്ലാ സമയവും ഒരു നേരമെങ്കിലും ഓർമ്മിക്കാതെ ഇരിക്കലില്ല. 19ാമത് വാർഷികം നമുക്ക് നടത്താനായിട്ട് ഇപ്പോൾ സാധിച്ചു. BLM സൊസൈറ്റിയുടെ മാഹി ബ്രാഞ്ചിൻ്റെ കീഴിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ BLM ടവറുണ്ട്. കൂടാതെ നമുക്ക് BLM ബസാറുണ്ട്. BLMൻ്റെ നമ്മുടെ ഹൗസിംഗ് നൽകിയിട്ടുണ്ട്. കുറേ പ്രൊജക്റ്റുകളുണ്ട്. അങ്ങനെ എന്ത് തന്നെ നോക്കിയാലും മാഹി ബ്രാഞ്ച് ഒരുപിടി മുന്നിൽ തന്നെയാണ്. നമ്മുടെ വിജയമാണ് 19ാം വാർഷികാഘോഷ ചടങ്ങിന് ഒന്നും കൂടെ മധുരമായി മാറിയ ഈ നിമിഷം ആഘോഷിക്കണം. ഭഗവതിക്കും അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപൂർവേ ഹന്തഭാഗ്യം ജനാനാം. പ്രിയ പുത്രരെ അവൾ കുഞ്ഞി പറഞ്ഞ കഥ, അവൾ കുഞ്ഞി കുഞ്ഞി പറഞ്ഞ കഥ. പ്രിയ പുത്രരെ അവൾ കുഞ്ഞി പറഞ്ഞ കഥ, അവൾ കുഞ്ഞി കുഞ്ഞി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ പുത്രരെ അവൾ കുഞ്ഞി പറഞ്ഞ കഥ, അവൾ കുഞ്ഞി കുഞ്ഞി പറഞ്ഞ കഥ. പ്രേമത്തിൻ്റെ
നീ മാത്രമെന്തിനുറങ്ങി പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു ഇന്നു വന്നു എന്റെ ജാലകത്തിൽ
കരിയും ജീവമേറും ചന്ദ്രികയിലല്ലിയുന്നു ചന്ദ്രകാന്തം. ചെറുത്താ